രാധേ കൃഷ്ണ. എല്ലാവർക്കും സമർപ്പണത്തിലേക്ക് സ്വാഗതം. ഇത് തൃച്ചംബരം ക്ഷേത്രത്തിലെ കായ്ക്കാത്ത ഇലഞ്ഞി മരമാണ്. അതായത് ഇവിടെ ഒരു സന്യാസി വര്യൻ ജീവിച്ചിരുന്നു. അയാൾക്ക് തീരെ ബുദ്ധിമുട്ടായിട്ട് ത്വക്ക് രോഗത്താൽ വലഞ്ഞപ്പം ഭഗവാൻ തന്നെ വന്നിട്ട് ഇവിടെയുള്ള ഇലഞ്ഞി മരത്തിൻ്റെ കായ് വീണ് കഴിഞ്ഞാൽ ആ സന്യാസിക്ക് ബുദ്ധിമുട്ടാവുന്നുള്ളത് കൊണ്ട് ഒരിക്കലും കഴിക്കാത്ത പോയിപ്പോട്ടെ എന്ന് പറഞ്ഞിട്ട് ശപിച്ചു വന്നു. അതിനുശേഷം ഇവിടെയുള്ള ഈ ഇലഞ്ഞി മരത്തിൽ ഒരിക്കലും കായ് ഉണ്ടായില്ല എന്നുള്ളതാണ്. ഇവിടെ ഈ ഇലഞ്ഞി മരത്തിൻ്റെ മുകളിലായിട്ട് പൂക്കളുണ്ട്, പക്ഷെ ഒറ്റ കായ്ക്കളുമില്ല. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഭഗവാൻ എന്തേ എന്നാലും പിന്നെ അയാളുടെ ത്വക്ക് രോഗമൊക്കെ മാറ്റി സുഖപ്പെടുത്തിക്കൂടെയെന്ന്. അപ്പം ഒരിക്കൽ ഇവിടെ ഇങ്ങനെ വില്ലോമംഗലം സ്വാമിയാരോ അങ്ങനെ ആരോ ഭഗവാനെ പ്രത്യക്ഷത്തിൽ കണ്ട ആൾ വന്നിട്ട് നോക്കുമ്പം ഭഗവാൻ ഈ ആളുടെ ശരീരത്തിൽ നിന്ന് ഇങ്ങനെ പുഴുക്കളൊക്കെ ഇതായി അത്ര ബുദ്ധിമുട്ടിയിട്ട് നിൽക്കുന്ന സമയത്ത് ഭഗവാൻ ഒരു കമ്പെടുത്ത് ഈ ശരീരത്തിലുള്ള പുഴുക്കളെയൊക്കെ ഇങ്ങനെ എടുത്ത് കളയുന്ന കണ്ടപ്പോൾ എന്തേ ഭഗവാനെ ഇത് മാറ്റി കൊടുത്തുകൂടെ എന്ന് ചോദിച്ചപ്പോൾ ഭഗവാൻ പറഞ്ഞു, ഇയാൾക്ക് ഈ ജന്മം കൊണ്ട് തന്നെ എനിക്ക് മോക്ഷം കൊടുക്കാൻ സാധിക്കും. അതുകൊണ്ട് ഞാൻ ഇയാളുടെ രോഗം ഇപ്പം മാറ്റിക്കഴിഞ്ഞാൽ ഇനിയും ഒരു ജന്മം എടുക്കാൻ പറ്റേണ്ട വരും. അതുകൊണ്ട് ഈ ജന്മം തന്നെ എനിക്ക് മോക്ഷം കൊടുക്കാൻ സാധിക്കുന്നു. അപ്പം നമ്മൾ പലരെയും കണ്ടിട്ടുണ്ട്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഒക്കെ. കാരണം അവർ നല്ല ആൾക്കാരായിരിക്കും. അപ്പം നമ്മൾ തന്നെ പറയും ഇത്രയും പുണ്യകർമ്മമൊക്കെ ചെയ്തിട്ട് എന്താ ഭഗവാൻ ഇവർക്ക് എന്നിട്ടും ഇങ്ങനത്തെ ഓരോ ബുദ്ധിമുട്ടുകൾ കൊടുക്കുന്നതെന്ന്. അതിനൊരു കാരണമുണ്ട്. കാരണം ചിലപ്പം നമ്മൾ മനുഷ്യജന്മമാണ്. അപ്പം മനുഷ്യജന്മത്തിൽ നമുക്ക് ഒരുപാട് കർമ്മദോഷങ്ങൾ ഉണ്ടാവും. അപ്പോൾ ആ ദോഷങ്ങളൊക്കെ തന്നെ നമ്മൾ തന്നെ അനുഭവിച്ച് തീർക്കണം. അതുകൊണ്ട് ഭഗവാന് ആ ഒരു ജന്മം ചിലപ്പോൾ അവർക്ക് എത്ര നല്ല പുണ്യാത്മാക്കളായിരിക്കും, പക്ഷേ ആ ജന്മം തന്നെ ഭഗവാനിലേക്കുള്ള മോക്ഷത്തിനുള്ള ഇടയാവും. അപ്പോൾ അതുകൊണ്ടാണ് ഭഗവാൻ ആ കർമ്മദോഷങ്ങൾ മുഴുവൻ ചിലപ്പം അത് ഭഗവാനെ വിളിക്കുന്ന കൊണ്ട് നമ്മളെ കർമ്മദോഷങ്ങൾ വളരെ കുറയുന്ന പറയാം. ഒരു പെട്ടെന്നൊരു ആളി കത്തിച്ചുകൊണ്ട് ഭഗവാൻ ആ കർമ്മദോഷങ്ങളെ മാറ്റി ആ വൈകുണ്ഠനാഥൻ ഭഗവാന്റെ പാദത്തിലേക്ക് തന്നെ നമ്മളെ ലയിപ്പിക്കുന്ന പറയാം. അപ്പം അതുകൊണ്ടായിരിക്കും ആ സന്യാസി വര്യനും ഭഗവാൻ അത്രയും അടുത്ത് തന്നെ ഇരുന്ന് ആ പുഴുക്കളെ ഓരോ കമ്പ് കൊണ്ടും എടുത്ത് ഭഗവാൻ തന്നെ തലോടി ആ പ്രാർത്ഥനയോടുകൂടി ഭഗവാൻ ശുശ്രൂഷിച്ചുകൊണ്ട് ഭഗവാനിലേക്ക് ലയിപ്പിക്കാൻ വേണ്ടിയിട്ട് നോക്കിയത്. അപ്പം കായ്ക്കാത്ത ഇലഞ്ഞി മരം വളരെ പുരാതനമായ ഒരു ക്ഷേത്രമാണ് തൃച്ചംബര ക്ഷേത്രം. അപ്പം ഭഗവാന്റെ ഭാവം എന്ന് പറയുന്നത് ഇത്തിരി ക്രോധ രൂപത്തിലുള്ളൊരു ഭാവമാണ്. പക്ഷേ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു പോസിറ്റിവിറ്റി, എനർജി വൈസ് നമുക്കൊരു ശാന്തത, അസ്വസ്ഥത. നമ്മൾ പറയില്ലേ ഭഗവാന്റെ ചില ക്ഷേത്രങ്ങളായ ക്ഷേത്രങ്ങളൊക്കെ എത്തുമ്പോൾ ഗരുഡസ്വാമിയൊക്കെ ഉണ്ടാവും. ക്ഷേത്രങ്ങളൊക്കെ എത്തുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു വല്ലാത്തൊരു അനുഭൂതിയുണ്ട്. ഉള്ളിലേക്ക് കിടക്കുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒരു നല്ലൊരു അനുഭൂതി. അത് നമുക്കൊരാൾക്കും ഞാൻ അനുഭവിച്ചത് വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കുന്നതിലും ഓരോരുത്തർ അനുഭവിക്കുമ്പോഴല്ലേ അതെന്താണെന്നുള്ളത് അറിയാൻ പറ്റുക. അതുപോലെ ഒരു പ്രത്യേകത ഞാൻ കണ്ടത് ഭഗവാന്റെ നിർമാല്യധാരിയായ വിശ്വക്സേനന് പ്രത്യേക ശ്രീകോവിൽ ഇവിടെയുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു ഡിഫറെൻ്റ് ആയൊരു കാര്യമായിട്ട് തോന്നിയിട്ടുണ്ട്. വളരെ പുരാതനമായ ക്ഷേത്രം, വലിയ മതിൽക്കെട്ടുകൾ, നല്ല ചിറയുണ്ട്. ശരിക്കും ദേവീ ക്ഷേത്രം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഇവിടെ അമ്മ ഇരിക്കുന്നത് ഒരു കുളത്തിൻ്റെ നടുവിലായിട്ടുള്ള ഒരു ശ്രീകോവിലാണ് ഇരിക്കുന്നത്. പിന്നെ ഇവിടെ പിതൃബലി നടക്കുന്നുണ്ട്. വലിയൊരു ചിറ പിന്നിലായിട്ടുണ്ട്. പിന്നെ ഒരു കുളം അതിൻ്റെ സൈഡിൽ ആ ദേവി ക്ഷേത്രത്തിൻ്റെ അപ്പുറത്തായിട്ടുമുണ്ട്. പിന്നെ ദേവി ഇരിക്കുന്നത് നമുക്കൊരിക്കലും ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് ക്യാമറയൊന്നും അലൗഡല്ല, ഒക്കെ പുറത്ത് വെച്ചിട്ട് വേണം പോവാൻ. ഇതിപ്പം പുറത്തുനിന്നാണ് ഷൂട്ട് ചെയ്യുന്നത്. കണ്ടോ, ഈ ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിരിക്കുന്നത് ഇങ്ങനെ ഒരു കുളത്തിൻ്റെ നടുവിലായിട്ടുണ്ട്. അതെന്നുള്ള ഒരു പ്രത്യേകതയാണ്. പിന്നെ അങ്ങോട്ടുള്ള ഒരു കുളത്തിൽ താമരയൊക്കെ വിരിഞ്ഞിരിക്കുന്നുണ്ട്.
ഇതൊക്കെ ശരിക്കും നമുക്ക് കാണാൻ നല്ല രസകരമായ കാഴ്ചകളാണ്. പ്രകൃതിയോട് ഇണങ്ങിക്കിടക്കുന്ന കണ്ണൂർ ജില്ലയിൽ ശരിക്കും വലിയ മാറ്റങ്ങൾക്കൊന്നും വിധേയമാവാത്ത ഒരുപാട് ക്ഷേത്രങ്ങൾ, വലിയൊരു ഇതിലാണ് ഈ ക്ഷേത്രം കിടക്കുന്നത്. ഇത് കണ്ടോ, താമരയോ അമ്പലമൊക്കെ വിരിഞ്ഞ് കിടക്കുന്നുണ്ട്. ഇവിടെ നിൽക്കാൻ തന്നെ നല്ല രസമായിട്ടുള്ള സ്ഥലമാണ്. നമ്മൾ ഈ ഭഗവാനോടെടുക്കുമ്പോൾ അല്ലെങ്കിൽ ഭഗവാന്റെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമ്മൾ പറയുന്ന ഈ അനുഭൂതി, നമുക്ക് തോന്നുന്ന സ്വസ്ഥത അല്ലെങ്കിൽ ആനന്ദം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ചിന്തിക്കും ഭഗവാന്റെ കൊടിമരം, ഇതെന്താണ് ഈ പ്രാന്ത് പറയുന്നത് എന്നുള്ള ഒരു തോന്നൽ എല്ലാവർക്കും ഉണ്ടാവും അല്ലേ. ഇലഞ്ഞിമരം കണ്ടോ, ദൂരെ നിന്നുള്ള കാഴ്ചയാണ്. അപ്പോൾ അങ്ങനെ പറയുമ്പം യുക്തിവാദികളായ ആൾക്കാർക്ക് നമ്മൾ ഭക്തിയെ കൊണ്ട് പറയുമ്പോൾ എപ്പോഴും അതൊരു വിഡ്ഢിത്തമായിട്ട് തോന്നും. എന്നാൽ ഭക്തി ഉള്ള ആൾക്കാർക്ക് അത് പരമാനന്ദം തന്നെയാണ്. ഓരോരുത്തരും സ്നേഹം നമ്മളെങ്ങനെയാണ് അറിയുക, അത് അനുഭവിക്കുമ്പോഴല്ലേ. അതുപോലെ ആ പരമാനന്ദത്തെ നമ്മുടെ ഉള്ളിൽ അനുഭവിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു രസമാണ് അല്ലേ. ഇവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ഇവിടെയുള്ള ശാന്തിക്കാരൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. തൊഴേണ്ട രീതി, എന്തൊക്കെ ചെയ്യണം, നല്ല രീതിയിൽ ഇൻസ്ട്രക്ഷൻസൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. മഹാഭാഗ്യം. രണ്ടാമത്തെ തവണയാണ് തൃച്ചംബരത്തേക്ക് എത്തുന്നത്. ആദ്യ തവണ ഒന്നും അറിയാണ്ട് തൃച്ചംബരത്തപ്പനെ തൊഴുതു പോയപ്പോൾ, രണ്ടാം തവണ എന്തൊക്കെയോ കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട്, ഓരോന്നും അറിഞ്ഞുകൊണ്ട് തൊഴുമ്പോൾ ഉണ്ടാവുന്ന ഒരു സുഖം ഒക്കെ വ്യത്യസ്തമാണ്. അപ്പം എല്ലാവർക്കും തൃച്ചംബരത്തപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും വന്ന് കണ്ട് തൊഴുക. സർവം രാധാകൃഷ്ണാർപ്പണമസ്തു. ജയ ശ്രീ രാധേ രാധേ.